ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യം ഓതണം, ഈ കാര്യം പറയണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞു. എന്നാൽ ഒരു 5 കാര്യം ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യാനേ പാടില്ല. ചെയ്താൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ നന്മകളും പൊളിഞ്ഞു പോകും. ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ ഏതൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ 2 സൂറത്ത് ഓതിക്കോ. ഈ ദുൽഹിജ്ജ പെരുന്നാൾ വരും, ഏതാനും ദിവസങ്ങൾ കൂടിയ പെരുന്നാളിനുള്ളൂ. ബലി പെരുന്നാൾ വരുന്നതിന് മുമ്പ് ഈ 2 സൂറത്ത് ഓതിക്കോ. അടുത്ത വർഷം നിങ്ങൾ മക്കത്തുണ്ടാകും. എന്തിന്? ഹജ്ജ് ചെയ്യാൻ. കാരണം ഇനി പറയാൻ പോകുന്ന നിയ്യത്തിൽ ഈ 2 സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുമെന്നാണ്. പലരും പറയും, ഉസ്താദെ എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് പാസ്പോർട്ട് ഇല്ല, എനിക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പൈസ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അതെല്ലാം ഓൾറെഡി ശരിയാകും, എല്ലാം ശരിയായി വരും എന്തോതിയാൽ? ഈ സൂറത്ത് ഓതിയാൽ. ഏതാണ് ആ സൂറത്ത്? വിശദമായി ഇൻഷാ അല്ലാഹ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വാപ്പമാരെ, അൽഹംദുലില്ലാ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറുകളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു തആല സ്വസ്ഥതയും സമാധാനവും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസം, അതിൻ്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ, ഓതേണ്ട ദിക്റുകൾ, ഓതേണ്ട സൂറത്തുകൾ, അല്ലെ, പാരായണം ചെയ്യേണ്ട ആയത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇസ്മുകൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്തു പോകരുത്. അതിൽപ്പെട്ട ഒന്നാണ് പിണങ്ങിക്കഴിയരുത്. പിണക്കം ഒരുപാട് ആളുകൾക്ക് ഇടയിലുള്ള ഒരു ഇതാണ് പിണങ്ങിക്കഴിയുന്നത്. ഇപ്പോൾ പിണക്കം 2-3 തരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം നമുക്ക് പിണങ്ങാം, കുഴപ്പമില്ല. അതെന്താണ്? ഇപ്പം ഞാനിപ്പോൾ ഒരാളുമായിട്ട് ഞങ്ങളിപ്പോൾ പിണക്കമൊക്കെ മാറി അങ്ങ് ഇണങ്ങാൻ തുടങ്ങിയാൽ പിന്നെയും ഞങ്ങൾ വഴക്കായിരിക്കും. അതായത് ഇപ്പോൾ ഇണങ്ങുന്നോ അപ്പോൾ വഴക്കായിരിക്കും. വഴക്കും മോശത്തരം പറയലൊക്കെ ആയിരിക്കും. എങ്കിൽ ഞങ്ങൾ പിണങ്ങിയിരിക്കില്ല നല്ലത്. ഇതിപ്പോൾ ചെറിയ കാര്യത്തിന് പോലും സഹോദരന്മാർ തമ്മിൽ പിണങ്ങുന്നവരുണ്ട്, സഹോദരിമാർ തമ്മിൽ പിണങ്ങിയവരുണ്ട്, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയവരുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണങ്ങി കഴിയുന്നവരുണ്ട്. അപ്പോൾ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര പിണക്കം, അത് പാടില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. നമ്മൾ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പിണക്കവും ഇല്ല, നിങ്ങൾ ഇങ്ങോട്ടും മിണ്ടാത്തത് നിങ്ങളും പടച്ചവനും തമ്മിൽ തീർത്തോ. നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആവുക, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ഒന്നാമത്തേത്, നമുക്ക് പിണക്കം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തേത്, തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് മാറി നിൽക്കുക, അല്ലെ. ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഒക്കെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോകുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ തെറ്റുകൾ ഉണ്ടാവാതെ ഈ മാസം പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഈ മാസത്തിൽ ഒരു ചെറിയ നന്മ ചെയ്താൽ തന്നെ അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം തരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ഈ മാസത്തിൽ ചെറിയ ഒരു തിന്മ വന്നാൽ അതും ഗുരുതരമായി അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷയുണ്ടാവാൻ കാരണമാണ്. അതുകൊണ്ട് തിന്മ ഉണ്ടാവാതെ സൂക്ഷിക്കുക. പിന്നെയോ, നമ്മുടെ നാവിനെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നാവിനൊരു ലൈസൻസും ഇല്ലാതെ വെറുതെ മറ്റുള്ളവരെ പറ്റി ഏഷണിയും പരദൂഷണവും വേണ്ടാത്ത വർത്തമാനങ്ങളും ഒക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇബാദത്തുകൾക്ക് മടി ഉണ്ടാവാൻ പാടില്ല. നിസ്കരിക്കാൻ മടിയാണ്, നോമ്പ് പിടിക്കാൻ മടിയാണ്, ഉളഹിയത്ത് അത് നമുക്ക് ഇല്ല ഒക്കെ കാശുള്ളവർ ഇറക്കേണ്ടതാന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടെങ്കിലും പിശുക്ക് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ ചെയ്യാൻ ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്ർ പറയാൻ മടിയാണ്, സ്വലാത്ത് പറയാൻ മടിയാണ്, ദുആ ചെയ്യാൻ മടിയാണ്, നിസ്കരിക്കാൻ മടിയാണ്, അല്ലെ, പള്ളി പോവാൻ മടിയാണ്, എല്ലാത്തിനും ഇബാദത്തുകൾക്ക് മടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഉഷാറാണ്, പക്ഷേ പടച്ചോൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടി. അതുണ്ടാവാൻ പാടില്ല. മറ്റൊന്നാണ്, കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞ പോലെ പിണങ്ങിയിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഈ മാസത്തിൽ. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ വെറുതെ കറങ്ങി നടക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ദിക്ർ ഔറാദുകളൊക്കെ ചൊല്ലി, പ്രത്യേകമായി ഹാജിമാരൊക്കെ നമുക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ആ ദ്വായിൽ നമുക്കൊരു അർഹത വേണ്ടേ. അതുകൊണ്ട് നമ്മൾ നല്ല പ്രവർത്തികൾ ധാരാളമായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മൾ പറഞ്ഞു.
ഇനി ഈ മാസത്തിൽ നമ്മൾ ധാരാളമായിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതുന്ന കൂട്ടത്തിൽ ഓതേണ്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, അല്ലെ, സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 അപ്പോൾ 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ എന്താണ്, ഒരു ഖത്തം ഓതിയ പ്രതിഫലം കിട്ടുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആനിലെ 22ാമത്തെ സൂറത്താകുന്ന 78 ആയത്തുള്ള മദീനയിൽ വെച്ച് നബിതങ്ങൾക്ക് ഇറങ്ങിയ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ്. ഒരാള് ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരം അവനിക്ക് കിട്ടി. ഹജ്ജ് ചെയ്യാൻ ആരോഗ്യമുണ്ട്, സാഹചര്യമുണ്ട്, പൈസയുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ ഫൽ യമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്രാനിയ, അവൻ മുസ്ലിം അല്ലാതെയായിരിക്കും മരിക്കുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് നിയത്ത് വെക്കണം, ഇപ്പോഴേ നിയത്ത് വെക്കണം, ഇൻഷാ അള്ളാഹ് എനിക്കും കഴിയുന്നത് പോലെ എനിക്ക് ഹജ്ജിന് പോകണം, അടുത്ത വർഷമോ വരുന്ന വർഷമോ എനിക്കും ഹജ്ജിന് പോകണം എന്നുള്ള നല്ല നിയത്ത് ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ വെക്കുക. അല്ലാതെ വയസ്സായിട്ട് പോവാം അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊന്നും ഇപ്പോൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നാണ്. എനിക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകണം എന്ന നല്ല നിയ്യത്ത് ഇപ്പോഴേ ഉണ്ടാവണം. പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ഒരുപാട് പ്രതിഫലങ്ങൾ ഓതിയാൽ കിട്ടുന്ന ഒരു സൂറത്താണ്. 2 തിലാവത്തിന്റെ ഈ ഓതുന്നതിന്റെ ഇടയിൽ സുജൂദ് ചെയ്യും, അതാണ് തിലാവത്തിന്റെ സുജൂദുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ദുൽഹിജ്ജ മാസത്തിൽ പ്രധാനമായും നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. വിശുദ്ധമായ ഖുർആനിലെ 9 പ്രാവശ്യമാണ് അല്ലാഹു തആല ഹജ്ജ് എന്ന പദം പറഞ്ഞിട്ടുള്ളൂ. 9 പ്രാവശ്യം അല്ലാഹു തആല ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിന് ശേഷം 22ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. പിന്നെ 23ാമത്തെ സൂറത്തുണ്ട്, 24 ഉണ്ട്, 25 ഉണ്ട്, 26 ഉണ്ട്, അങ്ങനെ 114 സൂറത്ത് വരെ ഉണ്ട്. ഈ സൂറത്തുൽ ഹജ്ജിന് ശേഷം അല്ലാഹു തആല ഒരു സൂറത്തിലും ഹജ്ജ് എന്ന പദം പറഞ്ഞിട്ടില്ല. അപ്പോൾ സൂറത്തുൽ ബഖറ മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ ഉള്ള സൂറത്തുകളിലാണ് അല്ലാഹു തആല ഹജ്ജ് എന്ന പദം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. വിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അബൂ സുഊദ് എന്ന കിതാബിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഹജ്ജി ഉഅതിയ മിനൽ അജ്രി കഹജ്ജത്തിൻ ഹജ്ജഹാ വഉംറത്തിൻ ഇഅ്തമറഹാ ബിഅദദി മൻ ഹജ്ജ വഅ്തമറ ഫീമാ മളാ വഫീമാ ബഖിയാ. വല്ലാത്തൊരു ഹദീസാണ്. അതായത് മൻ ഖറഅ സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ ഉഅതിയ മിനൽ അജ്രി കഹജ്ജത്തിൻ ഹജ്ജഹാ, അതായത് അവൻ ഓതുന്ന വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അതുപോലത്തെ അവരുടെയൊക്കെ പ്രതിഫലം പോലത്തൊരു പ്രതിഫലം അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമെന്നാണ്. യാ റബ്ബ്, അതായത് ഒരുപാട് നേട്ടങ്ങളുള്ളൊരു സൂറത്താണ്. അവരുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ ഹജ്ജിന്റെ കൂലിക്കനുസരിച്ച് അല്ലാഹു തആല കൂലി കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് നേട്ടം നമുക്ക് കിട്ടാനുണ്ട് ഈ സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ 30 ആയത്തുള്ള സൂറത്താൻ, മക്കയിൽ അവതരിച്ച സൂറത്താൻ, 89 ആയത്തുള്ള സൂറത്താൻ, അല്ലെ, വലിയ ദറജകൾ പദവികൾ അല്ലാഹു നമുക്ക് തരുന്ന സൂറത്താൻ, പാപങ്ങൾ പൊറുക്കാൻ പറ്റിയ സൂറത്താൻ. ഈ സൂറത്ത് മതി നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ. ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധ പ്രകൃതിയുള്ള നല്ല മനുഷ്യന്മാരായി നമുക്ക് മാറാൻ സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ ഓതണേ. മക്കയിൽ നിന്നും ഹാജിമാർ അവരുടെ ഹജ്ജ് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധ പ്രകൃതിയോടുകൂടി മടങ്ങി നാട്ടിലേക്ക് വരുമ്പോ നാട്ടിലുള്ള നമുക്ക് അല്ലാഹുവേ അതുപോലൊത്തൊരു നേട്ടം വേണോ, സൂറത്തുൽ ഫജ്ർ ഓതുക. ദിക്റുൽ അംബിയാഇ ഇബാദാ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുദ് ദുനൂബ്. അല്ലെ, അമ്പിയാക്കന്മാരെ പറ്റി പറയുന്നത് ഇബാദത്താണ്, സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയുന്നത് അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. ഈ സൂറത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ അനുസ്മരിക്കുന്നുണ്ട്. അവരുടെ ചില ചരിത്രങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്.
മാത്രമല്ല ഇമാം ബൈലാവി തങ്ങൾ പറയുകയാണ്, ഒരാൾ സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഓതിക്കഴിഞ്ഞാൽ കഫാറത്തുദ് ദുനൂബ്, ഏത് തെറ്റുകളും അല്ലാഹു അവനിക്ക് മാപ്പ് കൊടുക്കുന്നതാണ്. സ്ഥിരമായി ഓതുന്നവൻ സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും ഓതുന്നവനെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. ആ പ്രകാശം അവന്റെ മുന്നിലൂടെ നടന്ന് സിറാത്ത് പാലത്തിലൂടെയും മീസാൻ എന്ന തുലാസിന്റെ ഭാഗത്തിലൂടെയും മഹ്ശറയിലൂടെയും ഇവൻ നടന്നു പോകുന്നതിന് മുമ്പ് ആ പ്രകാശം അവനിങ്ങനെ വഴികാട്ടുമെന്ന് നമുക്ക് മഹാന്മാരെ പഠിപ്പിച്ചു തരുകയാണ്. യാ റബ്ബ് യാ റബ്ബ്. അപ്പോൾ ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഓതാൻ പറ്റിയ സൂറത്തുകൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വ്യംഗ്യമായി സൂചിപ്പിച്ചു പോയ, ചുമ്മാ പറഞ്ഞു പോയ ചില സൂറത്താണ് സൂറത്തുൽ ഫജ്റും സൂറത്തുൽ ഹജ്ജും. അത് രണ്ടും ഇൻഷാ അല്ലാഹ് പ്രത്യേകം മനസ്സിലാക്കി തന്നെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അടുത്ത വർഷം നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മൾ മനസ്സിൽ നിയത്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് എനിക്കും അടുത്ത വർഷം ഹജ്ജിന് പോകണം. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ എന്താണ് ഞാനിപ്പോൾ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കരുതും. പക്ഷെ എന്നാലും എല്ലാം ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നടന്നേക്കാം, എല്ലാം വേഗത്തിൽ നടന്നേക്കാം. ഈ കാജാബായി എന്ന് പറയുന്ന ഒരാൾ മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ടാകും. കാജാബായി എന്ന് പറയുന്ന സഹോദരൻ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ആളാണ്. മൂപ്പരെ പറ്റി മറ്റുള്ളവർ പറയുന്നത് ഒരു അരവട്ട് എന്നാണ്. അരവട്ട് കാരണം ഇയാൾ പള്ളിയിൽ വരും, പള്ളിയിൽ വന്നിട്ട് ആളുകളുടെയൊക്കെ ചെരുപ്പൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ കാറിലൊക്കെ വരുകയാണെങ്കിൽ ചുമ്മാ വെള്ളം ഒഴിച്ച് കാറൊക്കെ കഴുകി കൊടുക്കും. എന്നിട്ട് എല്ലാവരോടും പറയുന്നത്, ആരുടെയും ഒന്നും പൈസയൊന്നും വാങ്ങുന്നത്, എല്ലാവരോടും പറയുന്നത് ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം പറയും. ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഇയാൾ എല്ലാവരോടും കാണുന്നവരോടൊക്കെ പറയുന്നത്. അതിപ്പോൾ മുഹറം മാസമാണെങ്കിലും ദുൽഹിജ്ജ മാസമാണെങ്കിലും റബീഉൽ അവ്വലിലാണെങ്കിലും റമദാനിലാണെങ്കിലും എപ്പോൾ ആരെ കണ്ടാലും ഒപ്പം ഒരു വാക്ക് എന്ത്, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്, ദുആ ചെയ്യണം. ആളുകൾ അത് കേട്ട് 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 ഒരുപാട് വർഷമായി. അയാൾ ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും. അപ്പോൾ അത് എല്ലാവരും ഒരു അരവട്ട് എന്ന രൂപത്തിൽ, ഒരു ലൂസ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ പറയാറില്ലേ, അപ്പോൾ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ ഒരു ദിവസം ഒരു വലിയൊരു സമ്പന്നൻ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാളോടും ഈ കാജാബായി പറഞ്ഞു, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാജാബായിയോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഹജ്ജിന് പോകുന്നത്? അതെനിക്കറിയാൻ പാടില്ല. ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, എനിക്കത് ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയില്ല. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ടൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്ക് ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അറിയില്ല. ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുണ്ടോ? പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എന്തായാലും ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇയാൾക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷേ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഈ സമ്പന്നനായ മനുഷ്യൻ ഇദ്ദേഹത്തെയും കൂട്ടിപ്പോയി ഇദ്ദേഹത്തിന് വേണ്ട ഡോക്യുമെന്റ് ഒക്കെ സംഘടിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ചെലവിൽ, ഈ സമ്പന്നനായ ആളുടെ ചെലവിൽ അദ്ദേഹത്തെ ഹജ്ജിന് കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ട ഒരു വാർത്ത, ഒരു ചരിത്രം ഉള്ള കാര്യമാണത്. അത് മുമ്പ് നമ്മുടെ തമിഴ്നാട്ടിൽ സംഭവിച്ചതാണ്. അപ്പം ഇങ്ങനെയാണ് മനുഷ്യന്മാർക്ക് നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കും ഹജ്ജിനായിട്ട് പോവാം. അതൊക്കെ പൈസ പടച്ചോൻ അത് നമുക്ക് വേണ്ട രൂപത്തിൽ സംഘടിപ്പിച്ച് തരാം. എന്നാലും നമ്മളൊന്ന് അന്വേഷിക്കണം, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ ഹജ്ജിന് വേണ്ടി പോകണം എന്നുള്ള നല്ല ഒരു നിയ്യത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഹജ്ജിന് പോവാൻ, ഹജ്ജിന് പോയിട്ട് നല്ലവണ്ണം അവിടെ വെച്ച് പരിശുദ്ധമായ കഅബയെ കണ്ട് ദുആരക്കാൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ എല്ലാത്തിനും അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.